ഒരു തിയേറ്ററിൽ പോയി ഒരു ഹിന്ദി പടം കണ്ട് ഇറങ്ങി വന്നൊരു ഫീൽ എനിക്ക്. സൂപ്പർ. ശരിക്കും ഒരു എന്താ പറയുക, എനിക്ക് ഈ ടെക്നിക്കൽ ഫ്ലോസ് ഒക്കെ ഓഫ്കോഴ്സ് ജഡ്ജസ് പറയും, പക്ഷെ ഒരു സാധാരണ ഒരു ഓഡിയൻസിൻ്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ അതെല്ലാം മറന്നുപോയി ശരിക്കും. ബിക്കോസ് ഭയങ്കര ഷോ ആയിരുന്നു രണ്ടുപേരും കൂടിയിട്ട്. ഇത് ആരുടെ ഐഡിയാസാണ് ഈ സ്റ്റെപ്സും അവസാനത്തെ ഒരു പോസൊക്കെ ഉണ്ടായിരുന്നല്ലോ ശരിക്കും സിനിമ സ്റ്റൈൽ? ആരുടെ ആയിരുന്നു? അഞ്ജുന്റെ ആവാൻ വഴിയില്ല. ആബിദായിരിക്കും. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തു. എത്ര നാൾ റിഹേഴ്സ് ചെയ്തു? ലാസ്റ്റ് ഡേ റിഹേഴ്സ് ചെയ്തു. ഒറ്റ ദിവസം റിഹേഴ്സലാണ്. അയ്യോ എനിക്ക് വയ്യ. അടിപൊളിയായിരുന്നു. ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു രണ്ടുപേരും. സൂപ്പർ. അപ്പൊ എനിവേസ് ഇവിടെ ഞാനല്ല അഭിപ്രായം പറയേണ്ട ആള് ജഡ്ജസ് ആണ്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ജാസേട്ടാ, രണ്ടുപേരുടെയും എന്താണ് ഒരു പുതുമയുള്ള ഒരു ഡുവറ്റ്. ഇത്രയും കണ്ടതിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെട്ട മൂവ്മെൻറ്റുകൾ ആദ്യത്തെ പല്ലവിയിൽ കാണാൻ കഴിഞ്ഞു. വളരെ നന്നായിട്ടുണ്ട്. അബിദിന് പിച്ചിങ്ങിൻ്റെ പ്രോബ്ലം കുറച്ചുണ്ടായിരുന്നു. മോക്കും കുറച്ച് നൊട്ടേഷൻ വൈസ് കുറച്ച് പ്രശ്നമുണ്ട്. ബാക്കി രണ്ടുപേരുടെ ഇൻവോൾവ്മെൻറ്റ് നല്ലൊരു ജോഡി ആയിട്ട് ഫീൽ ചെയ്തു. രണ്ടുപേരും നല്ലൊരു മാച്ചിങ് ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂം ആണെങ്കിലും മൂവ്മെൻറ്റ്സ് ആണെങ്കിലും. പിന്നെ ഈ ഡിബേറ്റ് റൗണ്ടിൽ ഞാൻ മൂന്നാമത്തെ ഒരു കണ്ടസ്റ്റൻ്റാണ് പെണ്ണിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ആണുങ്ങൾ പെണ്ണുങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കണമെന്നാണോ എല്ലാവരും? കാര്യം 2-3 പേര് അതിങ്ങനെ ആവർത്തിച്ച് അതിൻ്റെ ഒരു കൺസെപ്റ്റിനെ പറ്റി ഒന്ന് പറഞ്ഞ ആബിദേ, എന്താണ് അതിൻ്റെ? സാർ ഒന്നുമില്ല, ജസ്റ്റ് തോന്നി, അങ്ങനെ ചെയ്യാൻ തോന്നി. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തോന്നുമോ? ഒരാൾ തോന്നി, ഒരാൾ ഒരു കാലേ മടക്കിയുള്ളൂ, അടുത്ത കണ്ടസ്റ്റന്റ് 2 കാല്, ഇതും 2 കാല്, ഒരു കാല്. ഓക്കെ. എനിവേ ഞാൻ വെറുതെ പറഞ്ഞതാ. നന്നായിരുന്നു, രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിരുന്നു. മോന് പിച്ചിങ് ഇച്ചിരി ശ്രദ്ധിക്കണം. മോക്കും കുറച്ചുകൂടെ ക്ലിയർ ആകാനുണ്ട് ടോട്ടൽ. എല്ലാവരും എന്താണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ചേച്ചി, എനിക്കിഷ്ടമായി. നിങ്ങൾ രണ്ടുപേരും വളരെ ലൈവ്ലി ആയിരുന്നു. വളരെ എന്താ പറയേണ്ടത്, അങ്ങ് നല്ലോണം ഇൻവോൾവ് ചെയ്തു. കാണാനും കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. ആബിദിൻ്റെ എനിക്ക് അന്നത്തെ അഞ്ജുവിൻ്റെ പെർഫോമൻസിനേക്കാൾ ഒന്നുകൂടെ എനിക്ക് ആബിദിൻ്റെ ആണ് കൂടുതൽ ഇഷ്ടമായത്. അഞ്ജുവിൻ്റെ അരച്ചോളൂ, കുഴപ്പമില്ല. ആബിദിന് കുറച്ച് അവരുടെ ശ്രുതിയുടെ പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ നല്ലോണം എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, അഭിനയവും അതിനൊപ്പം കേട്ടോ. അഞ്ജുവിന് ഈ പാട്ട് മോള് ഇപ്പൊ അടുത്ത് പഠിച്ചേ ഉള്ളോ അതോ? അടുത്ത് പഠിച്ചതേ ഉള്ളൂ. അപ്പൊ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല? ഓക്കെ. അത് മോളുടെ ഇന്ന് റെൻഡറിങ്ങിൽ അറിയായിരുന്നു. വെച്ചാൽ പല്ലവി ഒരു കോൺഫിഡൻറ്റ് അല്ലാതെ പാടിയ പോലെ തോന്നി. പിന്നെ 2 ചരണത്തിൻ്റെയും സ്റ്റാർട്ടിങ് ഒന്ന് സാസേ തുടങ്ങുന്നൊരു ആ ഭാഗം, അതേപോലെ സെക്കൻഡ് ചരണത്തിലെത്തേയും അത് ഷുവർ അല്ലായിരുന്നു കേട്ടോ. പിന്നെ മിഡിൽ പല്ലവി ആണ് ശരിക്കും ആ ഫ്ലോയിലേക്ക് വന്നത്. മിഡിൽ പല്ലവിയും ലാസ്റ്റ് പല്ലവിയും മോള് നന്നായിട്ട് പാടി. പക്ഷെ ആ കൂടെ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു അഞ്ചു കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരും തോന്നുന്നു. കുറച്ച് വീക്ക്നെസ് തോന്നുന്നുണ്ട് പാടുമ്പോൾ കേട്ടോ. ആ ഒരു ശക്തി വരുന്നില്ല കേട്ടോ. അതൊന്നുകൂടെ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദീപക് കേട്ടോ. ആബിദൻ, അഞ്ജു, എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. താങ്ക് യു സർ. ഇൻഡിവിജ്വലി രണ്ടുപേരും നല്ല സോളോയിസ്റ്റ് ആണ് എന്ന് മുമ്പേ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. രണ്ടുപേരും നല്ല പെർഫോമേഴ്സായിട്ടും നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പം നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തായിരുന്നു അതിൻ്റെ ഡബിളായിരുന്നു നിങ്ങൾ സ്റ്റേജിൽ വന്നിട്ട് തന്നത്. താങ്ക് യു. മ്യൂസിക്കലി നോക്കുകയാണെങ്കിൽ അഞ്ജു കുറച്ച് ഡിഫക്ട്സ് കൂടുതലായിരുന്നു ആബിദിനെക്കാട്ടും. അഞ്ജുവിൻ്റെ പല്ലവിയിലാണ് എപ്പോഴും പ്രശ്നം വന്നത്. പല്ലവിയിലൊരു താഴോട്ടേക്ക് വരുന്നൊരു നോട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് പാടി കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഫിസിക്കലി ഞാൻ ഓൾറൈറ്റ് അല്ല അത്. പക്ഷെ അഞ്ജു തന്നെ അത് മനസ്സിലാക്കണം. അതെല്ലായിടത്തും പ്രശ്നമായിരുന്നു എക്സെപ്റ്റ് ഫോർ അതിൻ്റെ ട്യൂൺ എങ്ങനെയാണ്? പാടു കറക്റ്റ്. ആ നോട്ട് തന്നെയാണ്, ആ താഴോട്ട് വരുന്ന നോട്ട്. ലാസ്റ്റ് പല്ലവിയിൽ മാത്രമേ കുറച്ചെങ്കിലും ഭേദപ്പെട്ടിരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും പ്രശ്നമായിരുന്നു. ആബിദ് ആ നോട്ട് മിക്ക സ്ഥലത്തും ഓക്കെ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ലാസ്റ്റ് പല്ലവിയിലാവട്ടെ ആബിദിനും ആ നോട്ടിൽ പ്രശ്നം വന്നു. അപ്പം അത് ഇത്രയും അഭിനയവും പാട്ടിൻ്റെ ഫീലിൻ്റെ ഒക്കെ ഇടയിൽ അങ്ങനത്തെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയാസ് വിട്ടുപോരുത്. അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വാസ് എ ഫെന്റാസ്റ്റിക് തിങ് ആൻഡ് റിയൽ ഫീസ്റ്റ് ടു മൈ ഐസ്. ഫെന്റാസ്റ്റിക്. താങ്ക് യു. ഓക്കെ. അപ്പൊ ആരുടെ മാർക്ക് അറിയണ്ടേ? ആദ്യം പറയൂ.
ആബിദിന്റെ. ഓക്കെ, ശരി. അപ്പോ ആബിദിന്റെ മാർക്സ് നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി, ഔട്ട് ഓഫ് 40. 33. 33 ഔട്ട് ഓഫ് 40. ജാസേട്ടാ? 23. 23 ഔട്ട് ഓഫ് 30. ദീപക് ഏട്ടാ? 26. 26 ഔട്ട് ഓഫ് 30. ആബിദ് ഭയങ്കര സ്കോറാണല്ലോ. ആബിദ് ഫസ്റ്റ് ടൈമിൽ എത്ര സ്കോർ കിട്ടണേ അല്ലേ? ഓ മൈ ഗോഡ്, എനിക്ക് വയ്യ. എന്നാ പിന്നെ ആബിദ് തന്നെ പറഞ്ഞോളൂ. ഡ്യുവറ്റ് റൗണ്ടില് ആബിദ് സ്കോർ ചെയ്തിരിക്കുന്നത് 82. 82 മാർക്സ്. അപ്പോ ഇനി അടുത്തത് അഞ്ജുകുട്ടിയുടെ. അഞ്ജുന് 31. 31 ഔട്ട് ഓഫ് 40. ജാസേട്ടാ? 23. 23 ഔട്ട് ഓഫ് 30. ദീപക് ഏട്ടാ? 23. 23 again. 23 ഔട്ട് ഓഫ് 30. അപ്പോ അഞ്ജുകുട്ടിക്ക് ഡ്യുവറ്റ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 100-ൽ 77.